അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ യാത്രയുടെ ആക്കാന്നറിയോ, സീ വേൾഡിലേക്കാണ്. അപ്പോൾ തിരുവല്ല സീ വേൾഡിലേക്കാണ് ഇപ്പം ഞാൻ പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പോയി വരാം, വരൂ നമുക്ക് കണ്ടു നോക്കാം. നമ്മളിങ്ങനെ തിരുവല്ലയിലേക്കുള്ള യാത്രയിലാണ് ഈ കാണുന്നത്. നമ്മൾ സീ വേൾഡിലെത്തി. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, അകത്ത് കയറാൻ. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ബബ്ലു കൂട്ടത്തിലുണ്ട്. അവിടെ സീ വേൾഡിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ ഞങ്ങൾ എടുക്കട്ടെ. അതിനുശേഷം കണ്ടല്ലോ മത്സ്യക്കന്യ നിൽക്കുന്നത്, അവിടെയും ഞങ്ങൾ വന്നു. ബബ്ലുവിന് നല്ല സന്തോഷമായി ഈ യാത്ര. ബബ്ലു കണ്ടോ മീനിൻ്റെ പുറകെ ഒത്തിരി വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആ മീനെല്ലാം ഒന്ന് ബബ്ലുവിനെ കൊണ്ടൊന്ന് കാണിച്ചെന്ന് സന്തോഷിപ്പിച്ചിട്ട് ഒന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വെറൈറ്റിയായി ഈ മീനുകളെ കണ്ടിട്ടുണ്ടല്ലോ. ബബ്ലു അവിടെ നിന്ന് വാ വാ എന്ന് വിളിക്കുക. നല്ല രസമുള്ള നല്ല തരം മീനുകളാണ് ഇതെല്ലാം. എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയോ. പക്ഷേ ഇച്ചിരി വെട്ടക്കുറവുണ്ട് അവിടെയൊക്കെ. അത് ഉള്ളിലോട്ടായതുണ്ടല്ലോ. തലയ്ക്ക് മീതെ നീലാകാശം എന്ന് പറഞ്ഞ കൂട്ട തലയ്ക്ക് മീതെ അങ്ങ് കടല മീനും കണ്ടല്ലേ. നല്ലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൂടെ നമുക്ക് കിടക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക്. കാരണം നമ്മൾ നോക്കുന്നിടത്തെല്ലാം അങ്ങ് മീനാണ്. തലയുടെ മുകളിലും സൈഡിലും എല്ലാം കംപ്ലീറ്റ് അങ്ങ് പല വെറൈറ്റി മീനുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടാൽ നല്ല ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മൾ ഏതിനെ നോക്കണം, ഏതിനെ കാണണം എന്നൊരു ഫീല് നമ്മുടെ മനസ്സിലുണ്ടാവും. സന്തോഷത്തിൻ്റെ ഒരു ഫീല്. നല്ല രസമായ മീൻ. എന്താ ചെയ്യാനാണ്, കണ്ടില്ല, എല്ലാം നല്ല ഭംഗിയിലുള്ള മീനാണ്. കണ്ട് കൊതി തീരുന്നില്ല, അത്രയ്ക്ക് നല്ല രസം. തലയുടെ മേളിലും സൈഡുകളിലും എല്ലാം നല്ല രസത്തിലുള്ള നല്ല വെറൈറ്റി പല പല മീനുകളെ കണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി പോകണേ. പിടിച്ച മീനെ കൂട്ടിലൊരു നല്ല രസത്തിലുള്ള ചെറിയ മീനുകൾ ഇങ്ങനെ പാറി നടക്കുക. അതിനകത്തോടെ ബബ്ലു ഇങ്ങനെ നിൽക്കുക വാവാന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ചെന്നപ്പോണ്ട് ഒരു യന്ത്രം കറങ്ങുന്നത് ഞങ്ങൾ കണ്ടേ, മെഷീൻ. അപ്പം ഞാൻ ആദ്യം ഓർത്തേ ബബ്ലുവിനെ കൊണ്ട് ഇതിൽ കയറിയാൽ ബബ്ലു സമ്മതിക്കത്തില്ല, കരയുമെന്നാണ് ഓർത്തേ. ഞാനൊന്നും നോക്കിയില്ല, ഇവനെ എടുത്തോണ്ട് അതേ കയറി. അവരൊരു പാട്ട് ചെറുതായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്, മ്യൂസിക്. അതിനനുസരിച്ച് ഞങ്ങൾ അതിനകത്ത് നിന്ന് കുലുങ്ങിക്കൊണ്ട് നിന്നേ. പക്ഷേ ഇവന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ആദ്യം ഓർത്തു, അയ്യോ വെറുതെ പൈസ പോകത്തുള്ളൂ ഇതേ കയറുന്നതിൻ്റെ, ഇവനെ കൊണ്ട് കയറിയ ശരിയാകത്തില്ല എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവനെ കൊണ്ട് കയറിയതാണേ. ഏതായാലും കുഴപ്പമില്ല, വിജയിച്ചു. കുറച്ചു നേരം നിന്ന് അതേ കറങ്ങി. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും, നല്ല രസമാണ്. അവനെ ഞാൻ ഒന്ന് നല്ലപോലെ ഒന്ന് സന്തോഷിപ്പിച്ച് അതേ കയറുന്നത്. അവൻ ചിരിക്കുന്നുണ്ട് കണ്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിപ്പോയി. കാരണം കറങ്ങുമല്ലേ നമ്മൾ നിന്ന്. എന്ത് രസമാണെന്നറിയാം ഇതിനകത്ത് കയറാനേ. അപ്പോൾ ആരെങ്കിലും ഇത് ഇങ്ങനെ ഈ സീ വേൾഡിലൊക്കെ ചെല്ലുമ്പോൾ ഇത് കണ്ടാൽ ഇതേലൊന്ന് കയറണം കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. എല്ലാം കൊണ്ട് നമുക്ക് അതിനകത്ത് കയറി കഴിയുമ്പോൾ നല്ല രസം. നമ്മൾ ബാക്കിയെല്ലാം മറന്ന് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതുപോലുള്ളൊരു കൊച്ചു പിള്ളേരൊക്കെ കൂട്ടിനുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ്. അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലൊന്ന് കയറാനൊക്കത്തുള്ളൂ, അല്ലെ പിന്നെ നമുക്ക് കയറാൻ മടി തോന്നും. അപ്പം ബബ്ലുവും ഞാനിവിടെ ആ മെഷീനിൽ കറങ്ങി ഇറങ്ങി. ഇവിടെ പോയപ്പോൾ ബബ്ലു ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു ശകലം അതേ നൊടിഞ്ഞു പോയി. അതിന് ചിണുങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. പ്രശ്നക്കാരനെ ഭയങ്കര. പിന്നെ വണ്ടി മേടിച്ചു കൊടുത്തു, വണ്ടിക്കാരെ കണ്ടു, വണ്ടി മേടിച്ചു കൊടുത്തു. അടുത്തതാണ് മത്സ്യക്കന്യ. കണ്ട, ഒറിജിനലൊരു പെണ്ണായത് ദേ കണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇങ്ങനെ ഒറിജിനലായിട്ട് മത്സ്യക്കന്യ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ഇത് കണ്ടപ്പോഴേ. കാരണം ഇവർ വെള്ളത്തിൽ കിടന്നല്ലേ ഈ കാണിക്കുന്നത് മൊത്തം. കണ്ടോ, നല്ല രസം കേട്ടോ. ഒട്ടിയ വയറ്റിരിക്കുന്നു. കുറേ കാലമായി ഭക്ഷണം കഴിച്ചിട്ടുന്നു. ഒട്ടിയ വയറാ സ്ത്രീയുടെ. കണ്ടാ, എന്താ വേണമല്ലോ അതിനകത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് നമ്മളെ. നല്ല രസമാണ് ഇത് കാണാൻ, വെള്ളത്തിൽ കൂടി വരുന്ന പോക്ക് കാണാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഫർണിച്ചറൊക്കെ എവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അടുത്ത് നമ്മൾ ടോയ്സ് കുട്ടികളുടെ അടുക്ക വന്നു. ബബ്ലുവിനെ ഇപ്പം വണ്ടിക്ക് ആവശ്യപ്പെടും, ഒരു വണ്ടി മേടിച്ച് കൊടുക്കാം. ബബ്ലുവിന് വണ്ടി മേടിച്ച് കൊടുത്തു. വേണ്ട, ബബ്ലു അതുകൊണ്ട് നടക്കാൻ മുമ്പ് ഒരു വണ്ടി മേടിച്ച് കൊടുത്തു. ഇങ്ങനെയാണ് ബബ്ലുവിന് എന്ത് കണ്ടാലും വണ്ടിയെ. ഈ ആമ്പിള്ളേർക്കെല്ലാം ഉള്ളൊരു സോക്കട ഇത്. എവിടെ ചെന്നാലും വണ്ടി കണ്ട വണ്ടി മാത്രമേ ആവശ്യപ്പെടുത്തുള്ളൂ, ഭക്ഷണത്തിന് അത്രയും ആവശ്യപ്പെടുത്തില്ല. കണ്ടോ, ഇവന് ഉല്ലാസ യാത്രയായിരുന്നു ഇന്നത്തെ യാത്ര ഞങ്ങളുടെ കേട്ടോ. അതുകൊണ്ട് പിന്നെ പണ്ടത്തെ നമ്മുടെ മുട്ടായികളൊക്കെ ഇരിക്കുന്ന കണ്ട ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. കണ്ടല്ലേ, നല്ല രസത്തിലാണ് ഇവരുടെ ഈ അടുക്ക്. പണ്ടത്തെ ജീരക മുട്ടായി,
പണ്ടത്തെ പോത്തുണ്ട, പണ്ടത്തെ ഗ്യാസ് മുട്ടായി, ഇതുണ്ട് പണ്ടത്തെ സിഗരറ്റ് മുട്ടായി, എല്ലാത്തരം മുട്ടായികളും ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുക്കിയുള്ള ഈ ഭംഗിയുണ്ടല്ലോ, അതിഭയങ്കരമായൊരു ഭംഗി തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ അലിവാടെ അടുക്കളയിട്ട് പോയി. അലിവാടെ അടുക്ക ചെന്നപ്പോൾ വെറൈറ്റി അലിവുകളല്ലേ, മൊത്തം കളർ അലിവകളും എല്ലാം വെറൈറ്റി ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് അലിവ കയറുമ്പോൾ പിന്നെ ഞാൻ വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ. എനിക്ക് അലിവയോട് എത്ര താല്പര്യമില്ല, അതുകൊണ്ട് അലിവ ഇങ്ങനെ ഞാൻ കാണുന്നതെന്നേ ഉള്ളൂ. വീഡിയോ എടുക്കേണ്ടിയിട്ട് ഞാൻ ആ അലിവ എടുത്തതാണ്. അവിടുന്ന് അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറൊക്കെ കൂട്ടാൻ. പക്ഷേ എന്താണെന്നറിയാമോ, ഇത് പല രാജ്യത്തെ പല സൈസ് അച്ചാറായതുകൊണ്ട് ഭയങ്കര ഉപ്പാണ്, അതിഭയങ്കരമായ ഉപ്പും വേറൊരു ടേസ്റ്റും രുചിയൊക്കെ ഇതിനൊക്കെ. പക്ഷേ ഇത് കണ്ടാണ്ടല്ലേ അങ്ങ് ചാടി വീണ് വാരി തിന്നാൻ തോന്നുന്നു, അത്രയ്ക്ക് നല്ല രസമായി ഈ അച്ചാറിരിക്കുന്നത് കണ്ടില്ലേ. പക്ഷേ അതിഭയങ്കരമായി ഉപ്പാ സംഭവത്തിന്. ഈന്തപ്പഴം അച്ചാറാണ്, എല്ലാ സൈസിലെ അച്ചാർ ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗി. അവിടുന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ പാമ്പിനെ കണ്ടു. ഇത് ഒറിജിനൽ പാമ്പാ, പ്ലാസ്റ്റിക് ഒന്നുമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാമ്പിനെ ഒന്ന് മേടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു നിമിഷം ഉണ്ടല്ലോ അവിടെ ഒരു മരമായിട്ട് മാറ്റിയെടുത്തവരെന്നെ കണ്ടല്ലോ ഈ പാമ്പിനെയൊക്കെ. പക്ഷേ പാമ്പേ വലിയതായിട്ട് അങ്ങ് അനങ്ങുന്നില്ല കേട്ടോ, മയക്കിയിട്ടിരിക്കാൻ തോന്നും, എന്നാലും അനങ്ങുന്നുണ്ട് പാമ്പ്, കണ്ടോ തലയൊക്കെ അനങ്ങുന്നുണ്ട്. പക്ഷേ ഈ പാമ്പിനെ തൊടുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ, നല്ല സോഫ്റ്റായി പാമ്പിന്. പിന്നെ ഒരു ഓന്തിനെയും കൂടെ അവരെൻ്റെ കയ്യിലോട്ട് വെച്ച് എന്നെ അവിടെ ഒരു നിമിഷം അവരൊരു മരമാക്കി മാറ്റിയെടുത്ത് കണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ സംഭവം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബബിളിന് ബോംബെ പൊടിയൊക്കെ മേടിച്ച് കൊടുത്തു, അതുകൊണ്ട് വരുന്ന കാണിക്കുക. ബോംബെ പൊടി മേടിച്ചെന്ന് അവിടുന്ന് ഞങ്ങളെ ഇറങ്ങി മുളയരി പായസം കുടിക്കാനായിട്ട് കയറി. അവിടുന്ന് ഞങ്ങൾ ഓരോ ഗ്ലാസ് മുളയരി പായസം കുടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി മുറ്റത്തോട്ട് വരുമ്പോഴാണ് സംഭവം. പക്ഷെ കുറച്ചേ പോലും സമ്മാനം കിട്ടുള്ളൂ. അപ്പോൾ ഈ ടോയ്സിലൊന്നും ബബിളിനെ കയറ്റാൻ പറ്റിയതൊന്നും ചാലുവായില്ല. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.